മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത് നമ്മുടെ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചുള്ള കുറേ ചർച്ചകളിലാണിപ്പം പല യൂട്യൂബേഴ്സും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നല്ല കറുപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിൻ ടോണെന്ന് പറഞ്ഞാൽ ഒരു ഇരുനിറമാണ്. ചെറുപ്പം മുതൽ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലാണെങ്കിൽ ഈ എന്താ പറയുക തൈര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയാണെങ്കിൽ മോന്തയ്ക്കൊക്കെ തേച്ച് തരും. മോന്തയെന്ന് തന്നെ പറയാൻ കാണും, തേച്ച് തരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അതൊക്കെയാണ് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. തൈര്, കാപ്പിപ്പൊടി അല്ലേ, തക്കാളി കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് മുഖത്തിട്ട് ഉരയ്ക്കുക. ഞാനാണെങ്കിൽ ഒരു ദിവസം ഈ പേസ്റ്റ് ഇങ്ങനെ കോൾഗേറ്റ് പേസ്റ്റ് ഒരു ജപ്പാൻകാരി തേക്കുന്നുണ്ട്, ഞാൻ അതെടുത്ത് വെച്ച് തേച്ച് എൻ്റെ മുഖം മൊത്തവും പൊള്ളി നീറി. അയ്യോ, വെള്ളം സത്യം പറഞ്ഞാൽ മുഖം കൊണ്ട് വെള്ളത്തിനകത്ത് കൊണ്ട് മുക്കി വെക്കേണ്ട ഗതികേട് വന്നു. അങ്ങനത്തെ അവസ്ഥയിലായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം നമുക്ക് ഈ ഇരുനിറം ആയതുകൊണ്ട് നമുക്കൊരു അപകർഷതാബോധം ഉണ്ടാവും. പക്ഷെ പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിലൊക്കെ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും നല്ല ചിരിച്ച മുഖത്തോടെ കോൺഫിഡൻസോടെ നിൽക്കുക എന്നുള്ളതാണ് ഇതിനെ പറ്റി ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കിയെടുത്തപ്പം എനിക്ക് എന്നോട് തന്നെ ഒരു എന്താ പറയുക ഒരു അഭിമാനം തോന്നി. ഞാനൊരു ബോൾഡായിട്ടുള്ള ലേഡിയാണെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം നിറത്തിലല്ല കാര്യം, ലുക്കിലല്ല വർക്കിലാന്ന് പറയുന്ന പോലെ നിറത്തിലല്ല കാര്യമെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിന് ശേഷം ഞാൻ എൻ്റെ മുഖത്ത് സ്ഥിരമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ അടുത്തിടെ വരെ ലൈബോയ് പ്ലസ് എന്ന് പറഞ്ഞ സോപ്പായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പൗഡർ എൻ്റെ മുഖത്ത് ഇടത്തതേ ഇല്ലായിരുന്നു, ഞാൻ ഇടത്തില്ല മുഖത്ത് പൗഡറ്. ഇപ്പോൾ പിന്നെ വല്ലപ്പോഴും അങ്ങാണവേ ഉള്ളൂ, പക്ഷെ ഞാൻ പൗഡർ ഇടത്തേ ഇല്ലായിരുന്നു. അപ്പം നമ്മളൊന്നും ചെയ്യില്ല, ഒരു മേക്കപ്പും ഒന്നും ഒരു കാര്യങ്ങളും ഇല്ല. രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ എന്തോ പറയുക, മുടി ചീവുക, കുളിക്കുക, മുടി ചീവുക, പിന്നെ ഇറങ്ങി അങ്ങ് പോവുക, ഒരു പൊട്ട് പോലും തൊടില്ല. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഓർണമെൻറ്റ്സിനോടൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ആകെപ്പാടെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്മൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് മെറ്റൽ, വൈറ്റ് മെറ്റൽ, അങ്ങനെ ടൈപ്പിൽ സ്വർണ്ണമൊന്നുമല്ല. പിന്നെ എനിക്ക് ക്രേസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോതിരത്തിനോടാണ്. അപ്പോൾ ഈ 2 സാധനം മാത്രമേ ഞാൻ എൻ്റെ ബോഡിയിൽ ഞാൻ ഉപയോഗിക്കാറുള്ളൂ, എനിക്കിഷ്ടമുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു മോളുണ്ടായപ്പോൾ അവളുടെ നിറം ഒരുപോലെ ഒരു ഇരുണ്ട നിറമായിരുന്നു. പക്ഷെ അതുകൊണ്ട് അവൾക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. അമ്മ എല്ലാവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ നല്ല ഇരുണ്ടിരിക്കുന്നു പറയുമ്പോൾ ഞാൻ അവളോട് പറയുന്നത് പോയി പണി നോക്കാൻ പറ. പക്ഷേ ഇരു നിറമുള്ള ആ കുട്ടിയാണ് അവളുടെ സ്കൂളിൽ തന്നെ ഏറ്റവും മികച്ച കുട്ടിയായിട്ടാണ്. പഠിത്തത്തിലായാലും സ്പോർട്സിലായാലും ഏത് കാര്യം കൊടുത്താലും മറ്റുള്ള കുട്ടികളെ പിന്തള്ളി അവളാണ് ഏറ്റവും മുന്നിൽ വന്ന് നിന്നത്. ഇപ്പോൾ അവൾ സിവിൽ സർവീസിന് പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഐ പ്രൗഡ് ഓഫ് മൈ ഡോട്ടർ. എന്ന് വെച്ചാൽ ഞാൻ അവളെ ഒരിക്കലും ഇരുനിറയിലുള്ള വെളുത്ത പിള്ളേരുടെ കൂടെ നിൽക്കുമ്പോഴത്തേനും അവൾക്കൊരു അപകർഷതാബോധം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞ് അവളെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് ഏറ്റവും നല്ലൊരു പൊസിഷനിൽ കൊണ്ടെത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കാലത്തും ഉണ്ട്. നിറത്തിൻ്റെ പേരിൽ ഒരുപാട് ഇതാവുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്, നമുക്കറിയാവുന്നതാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും